ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് പൊങ്ങുകൊണ്ട് ഒരു അടിപൊളി പായസം റെഡിയാക്കണത് കണ്ടാലോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പൊങ്ങത് കുരുകുരാന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കശുവണ്ടി എടുത്തിട്ടുണ്ട്, 2 കവർ പാലെടുത്തിട്ടുണ്ട്. 2 കവർ പാലും നമ്മൾ എടുക്കണില്ല കേട്ടോ, 1.5 കവറേ എടുക്കണുള്ളൂ, 2 കവർ വേണ്ട. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കശുവണ്ടി ഒന്ന് വറുത്തെടുക്കണം. കശുവണ്ടി ഒന്ന് വറുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ പൊങ്ങിട്ട് കൊടുക്കാം. ഒന്ന് പൊങ്ങും വറുത്തെടുക്കാം. പൊങ്ങ് നെയ്യിലൊന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പായസം കുടിക്കുമ്പോൾ നമുക്ക് കുറച്ച് വറുത്തെടുക്കാം. ഒരു ലേശം നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊങ്ങിൻ്റെയും കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. പിന്നെ പൊങ്ങ് എപ്പോഴും നമ്മളിതുപോലെ വറുത്തെടുക്കുമ്പോൾ നമ്മൾ ആ ക്വാളിറ്റി ഒന്ന് കുറഞ്ഞ് വരും കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ച ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് കുറഞ്ഞ് വരും. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് 1/2 കവറും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പാട ഇട്ടാതെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഒരുപാട് വറ്റണ്ട, ചെറുതായിട്ടൊന്ന്. നമ്മളീ പാലിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ആ 1.5 കവർ പാല് തന്നെ വെച്ചിട്ടുള്ളൂ, വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും വറ്റി വരണ്ട കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഒരു 3/4 കപ്പ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര ഒന്ന് മെൽറ്റായി വരട്ടെ. ശർക്കരയൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് 4 ഏലക്ക എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ച പൊങ്ങുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം കേട്ടോ. ഈ പൊങ്ങ് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണല്ലോ. അങ്ങനെ അരിഞ്ഞെടുക്കാതെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തീരെ പിരിപിരാന്ന് പൊടിഞ്ഞ് വരും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാനിങ്ങനെ അരിഞ്ഞെടുത്തത് കേട്ടോ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അരിഞ്ഞെടുക്കാതെ ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. എനിക്കിപ്പോൾ ഈ മധുരമൊക്കെ അധികം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഇനി ശർക്കര ഇട്ട് കൊടുക്കണില്ല, ഇത് മാത്രം മതി. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ പൊങ്ങോണ്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിനി വറുത്ത് വെച്ച കശുവണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കശുവണ്ടി മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ, മുന്തിരിയൊന്നും വറുത്തിട്ട് കൊടുക്കണില്ല കേട്ടോ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിത് 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം. പായസം കുടിച്ച് നോക്കാൻ പോവേണ്ട, ടേസ്റ്റ് നോക്കിയിട്ട് പറയണം കേട്ടോ. അടിപൊളി. അഭിപ്രായം കേട്ടല്ല, നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കട്ടോ.